നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സംഭവം. ജാമ്യാപേക്ഷയെ എതിർത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. കഴിഞ്ഞ ദിവസം വൈകുന്നേരങ്ങളിൽ പുറത്തുവന്ന വാർത്ത എന്തെന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഉറപ്പാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ യാതൊരു തരത്തിലും എതിർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും അവകാശവാദങ്ങളുമായിരുന്നു പുറത്തു വന്നത്. മലയാളി കന്യാസ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുമെന്നും അവരുടെ മോചനം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ് കേന്ദ്രമന്ത്രി അടക്കം നാവ് വായിലേക്കിട്ടില്ല. അതിനു മുമ്പ് കേന്ദ്രമന്ത്രി അമിത്ഷായെ ഉൾപ്പെടെ തള്ളിക്കൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടറിയിക്കുന്നു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്. അന്വേഷണം ആദ്യഘട്ടത്തിലെത്തിയിട്ടുള്ളൂ എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. വിചാരണ കോടതിയിൽ നിന്ന് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ വലിയ രീതിയിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. മാധ്യമങ്ങൾ ഒന്നടങ്കം അമിത്ഷായുടെ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത നൽകുകയും ചെയ്തു. പക്ഷേ പറഞ്ഞതിന്റെ നേർ വിപരീതമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റു ചെയ്തിട്ടില്ല എന്ന് ആ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികളടക്കം വ്യക്തമാക്കിയിട്ടും ഇപ്പോഴും ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നിലയിൽ തുടരുകയാണ്. കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നും UDF LDF MP-മാരെ കണ്ട് സംസാരിച്ച് അവരെ രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരുടെ നിയമ നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിരുന്നത്. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ സർക്കാർ, അതായത് അവിടുത്തെ സർക്കാർ അമിത്ഷായെ തള്ളിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ മന്ത്രിമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നു തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ ഈ വിഷയവുമായി പങ്കുവച്ചിട്ടുള്ള വാർത്ത. മനുഷ്യക്കടത്തടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് NIA സമീപിക്കേണ്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കേസെടുക്കാൻ NIA ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടേണ്ടതുണ്ട്. ആഭ്യന്തര മന്ത്രാലയമാണ് ഒരു കേസ് NIAക്ക് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. തന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് നിയമപരമായ നടപടിയാകുകയുള്ളൂ. അങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ നിലവിൽ സെഷൻസ് കോടതിയുടെ നടപടി നിയമപരമല്ലാത്തതാണ് എന്നതായിരുന്നു അമിത്ഷാ സ്വീകരിച്ചിരുന്ന നിലപാട്. പൊതുവെ അനുഭവപൂർവമായിട്ടുള്ള സമീപനമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഏറെ പ്രതീക്ഷയോടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. അതേസമയം സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്ന് MP-മാർക്ക് അമിത്ഷാ ഉറപ്പ് നൽകിയെന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരണങ്ങൾ വന്നു. സംസ്ഥാന സർക്കാരും സിസ്റ്റർമാരും വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലാണ്. ഈ അപ്പീൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകാനാണ് നിർദ്ദേശം. ഇതിനുള്ള നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതേസമയം ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ ഇതിനെതിരെയുള്ള നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. എന്തായാലും നേതാക്കന്മാർക്കെതിരെ പോലും ചില ആളുകൾ രംഗത്തുണ്ട്, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ മാറുകയാണ്. കേരളത്തെ സംബന്ധിച്ച് രണ്ട് മലയാളികളാണ് അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നത്. അവർ കുറ്റക്കാരല്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവരുടെ ബന്ധുക്കൾ, അവരുടെ സഭാംഗങ്ങൾ, അതുപോലെ തന്നെ ആരെയാണോ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അത്തരത്തിൽ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമാണിത്. വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഇന്നും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ BJP അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് മലയാളികൾക്കും ക്രൈസ്തവ വിഭാഗത്തിനും നൽകിയിരുന്നത്. ഇന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അറസ്റ്റിൽ വേദനയും അമർഷവും ഉണ്ടെന്നും എത്രയും വേഗം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കണമെന്നും
എന്നുമാണ് മാർ ആൻഡ്രൂസ് താഴത്ത് അവിടെ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ക്രൈസ്തവർക്കെതിരെ വിവേചനമുണ്ട്. കന്യാസ്ത്രീകളെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സുരക്ഷിതത്വവും ലഭിക്കണം. രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനത്തിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സഭയ്ക്ക് രാഷ്ട്രീയമില്ല. കന്യാസ്ത്രീകളോടൊപ്പമുള്ള കുട്ടികൾ പ്രായപൂർത്തിയായവരാണ് എന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കിയിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ആ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുമായിട്ടും ഈ കാര്യം സംസാരിച്ചു കഴിഞ്ഞതാണ്. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി എന്നതടക്കമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് ഇരുവരും ഉറപ്പ് നൽകിയിരിക്കെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയം കാണരുത്, ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ ഇല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയമോ മതമോ BJP നോക്കില്ല എന്ന് പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ സർക്കാരിന്റെ നിലപാടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ് ഒരു തെറ്റിദ്ധാരണയെ തുടർന്നായിരുന്നു എന്ന് BJP പറയുമ്പോൾ പോലും ഛത്തീസ്ഗഡ് സർക്കാർ മതപരിവർത്തനത്തിനെതിരെയാണ് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്വേഷണം ആദ്യഘട്ടത്തിലായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏറെ വിവാദപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടെ ജനങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തെ നമുക്ക് സ്വാഭാവികമായിട്ടും നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ പറയുന്നത് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു മൗലിക അവകാശങ്ങളിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഏകദേശം 6 വിഷയങ്ങളാണ്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് 6 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പറയുന്ന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ കുട്ടികൾ തങ്ങളെ അങ്ങനെ ഒന്നും ആരും ചെയ്തിട്ടില്ല, തങ്ങൾ മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ബജ്രംഗ് ദൾ ആക്രമിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇവരെ പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തുകയും 2 കന്യാസ്ത്രീകളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികൾ കന്യാസ്ത്രീകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതടക്കം ഉണ്ടായിട്ടും പോലീസുകാർ ഇവിടെ മുഖവിലയ്ക്ക് എടുത്തിരുന്നത് ആ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ വാക്കാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യമാണ്. അത് തന്നെയാണ് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളുടെ പച്ചയായിട്ടുള്ള ലംഘനം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ജനാധിപത്യ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഘാതമായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. ആഭ്യന്തരമന്ത്രി അടക്കം നൽകിയ ഉറപ്പ്, പ്രധാനമന്ത്രി അടക്കം നൽകിയ ഉറപ്പ്, അതിനെയൊക്കെയുള്ള ഒരു എതിർപ്പായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നാളെ കേസ്, അതായത് ജാമ്യാപേക്ഷയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇതിനെ എതിർക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കുമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.